എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ എക്സ്പെക്ടേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ദിലീപ് ഏട്ടൻ പടം ബബ്ബബ്ബ, നമ്മൾ ഇതിന് മുമ്പ് ഇറങ്ങിയ ദിലീപ് ഏട്ടൻ പടങ്ങൾ വരുമ്പോഴെല്ലാം ബബ്ബയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ സിനിമ റിലീസിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഡിസംബർ 15 റിലീസ് നിൽക്കേ ദിലീപ് ഏട്ടൻ്റെ ഈ പടത്തിൻ്റെ പ്രീസെയിൽ, അതായത് ഇന്ന് അഡ്വാൻസ് ബുക്കിംഗ് സാധാരണ എല്ലാ സിനിമകൾക്കും ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്തു. പക്ഷേ ഈ പ്രീസെയിൽ ബുക്കിംഗ് കണ്ടാണ് ഞെട്ടിപ്പോയത്. പക്ഷേ ഞെട്ടിപ്പോയെന്ന് ശരിക്കും വലിയ അത്ഭുതങ്ങളൊന്നും തോന്നിയില്ല. കാരണം വെച്ചെന്നറിയാവോ, ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ നശിപ്പിക്കാൻ നോക്കുന്നവരുടെ അണ്ണാക്കിൽ അടിച്ചുകൊണ്ടാണ് ഈ പ്രീസെയിൽ നടന്നത്. അതായത് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി നശിച്ച് കാരണം ദിലീപിൻ്റെ പടങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല, ദിലീപിൻ്റെ പടങ്ങൾ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് പറയുന്നവർക്ക് എതിരായിട്ടുള്ള ബുക്കിംഗ് ആണ് ഇന്ന് നടന്നത്. അതായത് ദിലീപ് ഏട്ടൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പ്രീസെയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലിമിറ്റഡ് സ്ക്രീനാണ് ട്രിവാൻഡ്രത്ത് കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടാനില്ല. കാരണം ഇവരെല്ലാം ഇനിയും ബഹിഷ്കരിക്കണം. കാരണം ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി എത്രത്തോളം നശിപ്പിക്കാൻ നോക്കുന്നോ അതിൻ്റെ 4 ഇരട്ടി ദിലീപ് ഏട്ടന് തിരിച്ച് കയറി വരും. കാരണം ഇനി അങ്ങേർക്കൊന്നും നോക്കാനില്ല. 9 വർഷം ദ്രോഹിച്ചവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളൊരു പണിയാണ് ബബ്ബബ്ബ എന്ന് പറഞ്ഞ റിലീസും അതിന് കിട്ടിയ പോസിറ്റീവ് റെസ്പോൺസും പ്രേക്ഷകർ. നിങ്ങൾ എത്രയൊക്കെ ഒരാളെ ക്രൂശിക്കാൻ നോക്കിയാലും ന്യായമായിട്ടുള്ളവർ ദിലീപ് ഏട്ടൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. ദിലീപ് ഏട്ടൻ്റെ സിനിമകൾക്ക് കിട്ടുകയുള്ളൂ. കാരണം സിനിമയും വ്യക്തിത്വം ആരും നോക്കൂല. സിനിമയായിട്ട് കാണുന്നവർ എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ കാണാൻ തന്നെ ചെയ്യും.